ബഹുമാന്യതരായ മലയാളി പ്രേക്ഷകരെ, ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ പരമ്പരയുടെ 5ാം ഭാഗം ആരംഭിക്കുകയാണ്. ഇത്തവണ ഞാൻ ഇംഗ്ലീഷിൽ ഈ വീഡിയോ ചെയ്യുന്നില്ല. കാരണം മലയാളി പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ഇതേ നിലയിൽ തുടർന്നു കൊണ്ടുപോയാൽ കൂടുതൽ കാലം എനിക്ക് ആയുസ്സുണ്ടാവില്ലെന്ന് ചില കോണുകളിൽ നിന്ന് ഭീഷണി സ്വരങ്ങളും അപശ്രുതികളും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു പോകാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ എന്ന് പറഞ്ഞത് എല്ലാ ജനങ്ങളും, എല്ലാ സഖാക്കളും ഗാന്ധിസത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് അർത്ഥം. അതിന് കാരണം ഞാനും ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മളുടേതാകും പൈങ്കിളി എന്ന് പാടി നടന്നൊരു കാലം എനിക്കുമുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ 12 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. ഇന്നത് 2.5 ലക്ഷം ഏക്കറായി ചുരുക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് കേരളീയൻ അരിക്ക് വേണ്ടി ആന്ധ്രയിലേക്കും പഞ്ചാബിലേക്കും കണ്ണും നട്ടിരിക്കുമ്പോൾ, പച്ചക്കറികളും ഫലവ്യഞ്ജനങ്ങളും ഇറക്കുമതി ചെയ്യുമ്പോൾ, ഏതാണ്ട് നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ട് ഇവിടെ പ്രഖ്യാപിച്ച ആഗോളവൽക്കരണത്തിലൂടെ ഇന്ത്യയിലെത്തിയ മൊൻസാന്റോ കമ്പനി വർഷാവർഷം 10 ലക്ഷം കോടി രൂപയ്ക്ക് വിറ്റഴിക്കുന്ന കീടനാശിനിയിൽ പകുതിയിലേറെയും കേരളീയൻ വാങ്ങിക്കഴിച്ച് ആയുസില്ലാതെ ചത്തൊടുങ്ങുമ്പോൾ, ഇവിടെ ഈ കൃഷിഭൂമികൾ മുഴുവൻ വിറ്റ് കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്തതിൻ്റെ കോഴപ്പണം പറ്റി മാർക്സിസ്റ്റ് തമ്പുരാക്കന്മാരും അവരുടെ മക്കളും രാജാക്കന്മാരായി വാഴുമ്പോൾ, എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റ് അണികളും കമ്മ്യൂണിസ്റ്റ് അനുയായികളും പട്ടിണിയും പരിമട്ടവുമായി ജീവിച്ച് ഇനിയും കമ്മ്യൂണിസ്റ്റായി തുടരുന്നത് വിഡ്ഢിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞു, 25 വയസ്സിന് മുൻപ് മാർക്സിസ്റ്റായിരിക്കാത്തവന് ഹൃദയമില്ല, 25 വയസ്സിന് ശേഷം മാർക്സിസ്റ്റാകുന്നവന് ബുദ്ധിയുമില്ല. ഹൃദയവും ബുദ്ധിയുമില്ലാതെ പണം സമ്പാദിച്ച് മക്കൾക്ക് വേണ്ടി കോടികൾ സമ്പാദിക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് കരുതി വച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കണമെന്ന്, അത് 3.5 കോടി ജനങ്ങൾ, അതിൽ 3/4 പങ്കും പട്ടിണി കിടന്ന് ജീവിക്കുന്ന കേരളത്തിൽ അവരുടെ പണം നിക്ഷേപിക്കുന്ന സഹകരണ ബാങ്കുകളിലൂടെ പോലും തട്ടിയെടുത്ത് മക്കൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന ഈ മാർക്സിസ്റ്റ് തമ്പുരാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഇത് കമ്മ്യൂണിസമാണോ? ഇത് മാർക്സിസമാണോ? ഇങ്ങനെ പണം തട്ടിയെടുക്കാൻ കമ്മ്യൂണിസത്തിൽ കാറൽ മാർക്സോ എംഗൽസോ ലെനിനോ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പിതാവായ എം.എൻ. റോയ് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ കേരളത്തിലെ സ്ഥാപകരും കമ്മ്യൂണിസ്റ്റ് സ്ഥാപകരും കമ്മ്യൂണിസത്തെ താലോലിച്ച് വളർത്തിയവരുമായ പി. കൃഷ്ണപിള്ളയോ എ.കെ.ജിയോ ഇ.എം.എസോ ഇ.കെ. നായനാരോ വി.എസ്. അച്യുതാനന്ദനോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് ശേഷം കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഖം മൂടിയണിഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പേക്കോലങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ബൂർഷ്വാസികൾ സ്വയം അവരുടെ ശവക്കുഴി തോണ്ടുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ വിജയം അനിവാര്യമാകുന്നു. അതുതന്നെയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് നേതാക്കന്മാരും അവരുടെ മക്കളും ബൂർഷ്വാസികളായി കമ്മ്യൂണിസത്തിൻ്റെ ശവക്കുഴി തോണ്ടുമ്പോൾ, ആ ശവക്കുഴിയിൽ വീണ് അനുയായികളും അണികളും മരിച്ചു വീഴുമ്പോൾ ഞാൻ ആ ശവക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പണ്ട്
തോപ്പിൽ ഫാസി പറഞ്ഞതുപോലെ നാടകത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന. അത് ഞാൻ ഈ മാർക്സിസ്റ്റുകളോട് പറയുന്നു, നിങ്ങൾ മാർക്സിസ്റ്റുകൾ എന്നെ ഗാന്ധിയനാക്കി. ഞാനിന്ന് ഗാന്ധിയനാണ്. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ നയിച്ച് അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുന്നവരുടെ മക്കളൊക്കെ തട്ടിക്കൂട്ട് കമ്പനികളുണ്ടാക്കി രാജ്യത്തെ വിറ്റുമുടിക്കുന്ന ബൂർഷാസികളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും കോഴ വാങ്ങി പണം സമ്പാദിക്കുന്നതും രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണെന്നും, എന്താ മാർക്സിസ്റ്റുകാരുടെ മക്കൾക്ക് കമ്പനികൾ ഉണ്ടാക്കിക്കൂടെ എന്ന് പാർട്ടി സെക്രട്ടറിയും അനുചരന്മാരും ജനങ്ങളോട് തട്ടിക്കയറുന്നതും, അതിൽ നിന്ന് മറ്റ് മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ ഇവിടെ കമ്മ്യൂണിസത്തെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അഴിമതിയാധിപത്യ ഭൗതികവാദമാക്കി ന്യായീകരിക്കാനായി കുത്തിക്കുലുക്കിയും തിരിച്ചും മറിച്ചും ന്യായീകരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വാപിളർന്നിരുന്നു പോയി. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാർക്സിസം എന്ന് പറയുന്നത് മാനുഷികതയാണ്, മാനവികതയാണ്. അതിനെ കൊന്നു കുഴിച്ചു മൂടുന്ന ഈ മാർക്സിസ്റ്റുകളോട്, ഈ കിങ്കരന്മാരോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാർക്സിസം ഉപേക്ഷിച്ചുകൊണ്ട് ഗാന്ധിയനാകാൻ തീരുമാനിച്ചത്. ഞാൻ ഇന്ന് ഗാന്ധിയനാണ്. ഇങ്ങനെയൊക്കെ പറയാവോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലും തിന്നും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്, അത് ഞങ്ങൾ TP ചന്ദ്രശേഖരനെ 52 വെട്ട് വെട്ടിക്കൊന്നവരാണെന്നൊക്കെ ഗീർവാണം മുഴക്കിയും ഭീഷണിപ്പെടുത്തുന്നതിനുമൊക്കെ മറുപടി ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പ്രിയമുള്ള പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച അക്രമരഹിത സോഷ്യലിസം സമസ്ത ലോകത്തിനും സമാധാനത്തിൻ്റെ വെളിച്ചം പകരുന്നതിനുള്ള മഹനീയമായ മാനവികതയാണ്, മാനുഷികതയാണ്. ആ ഗാന്ധിയൻ സോഷ്യലിസത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താനും ഈ രാഷ്ട്രീയ ചെകുത്താന്മാരിൽ നിന്ന് രാഷ്ട്രീയത്തെയും രാജ്യത്തെയും മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കണം. അതിനുവേണ്ടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാ കേരളീയൻ്റെയും മുന്നിലെത്തിക്കണം. നമുക്ക് കൂട്ടായി ആലോചിച്ച്, കൂട്ടായി ചിന്തിച്ച് ഒരു ഗാന്ധിയൻ കൂട്ടായ്മ ഈ കേരളത്തിൽ കെട്ടിപ്പടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.